ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് ഇപ്പോൾ പേര് ചേർക്കാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായവർക്കും 18 വയസ്സ് പൂർത്തിയാവാൻ ഏതാനും മാസങ്ങൾ ഉള്ളവർക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്വന്തമായി തന്നെ ഓൺലൈൻ വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് ഫോം 6, ഫോം 6A എന്നിങ്ങനെ 2 ഫോമുകളാണുള്ളത്. ഇതിൽ ഫോം 6 നാട്ടിൽ സ്ഥിരതാമസമുള്ളവർക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഫോം 6A ആണ് ഫില്ല് ചെയ്ത് സമർപ്പിക്കേണ്ടത്. ഫോം 6 ഫില്ല് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഫോം 6A ഫില്ല് ചെയ്ത് പ്രവാസികളായ ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ നമുക്ക് സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം voters.eci.gov.in എന്നുള്ള സൈറ്റ്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു പേജ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ നമുക്ക് ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്നുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർ സൈൻ അപ്പ് എന്നുള്ളതിൽ കൊടുത്തുകൊണ്ട് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം വരുന്ന ഈ ഒരു ഭാഗത്ത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഓർ എപ്പിക് നമ്പർ എന്നുള്ളതുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ടൊരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലൊന്ന് അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വന്നുള്ള ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകൾ ഭാഗത്ത് നമ്മുടെ പേര് കാണാവുന്നതാണ്. ശേഷം നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫോംസ് എന്നുള്ളതിന് താഴെയായിട്ട് ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫിൽ ഫോം 6, ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ NRI ഫിൽ ഫോം 6A എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മുഖേനയാണ് നമ്മുടെ വോട്ടർ IDയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പ്രവാസിയായിട്ടുള്ള ഒരാളുടെ പേര് എങ്ങനെയാണ് വോട്ടർ ലിസ്റ്റിൽ ചേർക്കുന്നത് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഇവിടെയുള്ള ഫിൽ ഫോം 6A എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഇടതുവശത്തായിട്ട് ഈ ഒരു ഫോം 6A ഫില്ല് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആരോ കീയിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ലാംഗ്വേജുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ശേഷം നമുക്ക് നമ്മുടെ ഫോം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കാം. അവിടെ ഒന്നാമത്തെ ഭാഗത്ത് വരുന്നത് സ്റ്റേറ്റ്, ജില്ല, നിയോജക മണ്ഡലം തുടങ്ങിയവയാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെയുള്ള ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്ത സ്റ്റേജിൽ വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അവിടെ ഒന്നാമത്തേതായിട്ട് വരുന്നത് നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേര് നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബോക്സിന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം പേര് അതിന് താഴെയുള്ള കോളത്തിൽ വരുന്നതായിരിക്കും. ഇങ്ങനെ മലയാളം പേര് വരുന്നതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെയുള്ള കീബോർഡിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കീബോർഡ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നെയിം കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് നെയിം ഓഫ് റിലേറ്റീവ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ റിലേറ്റീവിൻ്റെ നെയിം അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആരുടെയാണോ റിലേറ്റീവിൻ്റെ നെയിം എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിലേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ നെയിം എൻ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ അവിടെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തതായിട്ട് വരുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. ആ ഒരു ഭാഗത്ത് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, വില്ലേജ് ഓർ ടൗൺ എന്നുള്ളതുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തതായിട്ട് വരുന്നത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. സെലക്ട് ജെൻഡർ എന്നുള്ളതിൽ ആരോക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് മെയിൽ, ഫീമെയിൽ എന്നിങ്ങനെയുള്ള ജെൻഡർ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തായി വരുന്നത് ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിങ്ങനെയുള്ളതാണ്. അത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും ഈ ഒരു ഭാഗത്ത് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടിലുള്ള ഇന്ത്യൻ അഡ്രസ്സാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ വീട്ടുപേര്, സ്ട്രീറ്റ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, ജില്ല, പിൻകോഡ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മുടെ നിലവിലുള്ള പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ നോക്കിയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്ലേസ് ഓഫ് ഇഷ്യൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത കോളത്തിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ്. ആ ഒരു പാസ്പോർട്ട് നമ്പർ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ ഈ ഒരു ഭാഗത്ത് വരുന്നത് നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ്. ആ ഒരു ഡേറ്റ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എക്സ്പയറി ഡേറ്റ് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊരു ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ വിസ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് വിസ നമ്പർ, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ടൈപ്പ് ഓഫ് വിസ, ഇഷ്യൂയിങ് അതോറിറ്റി തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം, ജോലി ആവശ്യാർത്ഥം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൽ നിന്ന് നിങ്ങൾ ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ടാണോ പുറത്ത് നിൽക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നവർക്ക് അതോടുകൂടെ താഴെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ആവശ്യവുമായി ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത് എന്നുള്ളത് അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് ഡേറ്റ് മുതലാണോ അവിടെ നിൽക്കുന്നത് എന്നുള്ളതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മുടെ കറൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി എവിടെയാണോ നിൽക്കുന്നത് ആ അഡ്രസ്സാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗത്ത് ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ്, സ്റ്റേറ്റ്, കൺട്രി, പോസ്റ്റൽ കോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അവിടെ ഒന്നാമതായിട്ട് നമ്മുടെ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം അടുത്തതായിട്ട് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രണ്ട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ അടുത്ത സ്റ്റേജായ ഡിക്ലറേഷൻ സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ കൊടുത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ പേര് ഈ നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ മറ്റു നിയോജക മണ്ഡലങ്ങളിലോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ പ്ലേസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ ഡേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ആപ്ലിക്കേഷൻ്റെ അവസാന സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അതായത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഭാഗത്ത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തുള്ള ഒരു ക്യാപ്ച കോഡ് അതിന് താഴെയുള്ള ഒരു കോളത്തിൽ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോം 6A ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ്, നമ്മുടെ ഫോട്ടോ അടക്കമുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടുന്ന് കാണാവുന്നതാണ്. ശേഷം ഇവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ വായിച്ച് നോക്കി കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കീപ്പ് എഡിറ്റിംഗ് എന്നുള്ള ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഭാഗത്ത് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി യെസ് എന്നുള്ള ടാബിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റെഫറൻസ് നമ്പർ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു റെഫറൻസ് നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. നമുക്ക് പിന്നീട് ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു റെഫറൻസ് നമ്പർ അത്യാവശ്യമാണ്. ഇനി നമുക്കിവിടെയുള്ള ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഒരു മെയിൻ ഇൻ്റർഫേസിലോട്ട് തന്നെ വരിക. ശേഷം ഇവിടെയുള്ള ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ശേഷം ഇവിടെ എൻ്റെ റെഫറൻസ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വലതുവശത്തുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്ക് ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ സബ്മിറ്റഡ് എന്നും ഡേറ്റ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ചേർക്കുന്നതിന് വേണ്ട
ഫോം 6A ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.